രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സന്ദർശനമാണ് ഇന്ന് പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുള്ളത്. രാഷ്ട്രപതിയായി ചുമതലയേറ്റതിന് ശേഷം ശ്രീമതി ദ്രൗപദി മുർമു കേരളത്തിലേക്ക് എത്തുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തിയും ഏറെയാണ്. അല്ലാതെ തന്നെ പ്രസിഡന്റിൻ്റെ സന്ദർശനത്തിന് ഒട്ടനവധി പ്രസക്തിയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആദ്യ സന്ദർശനം എന്നത് കൂടുതൽ അതിനെ സവിശേഷമാക്കുന്നു. അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ കേരള കൗമുദിയാണ് ആദ്യം എടുക്കുന്നത്. കേരള കൗമുദി നമ്മുടെ നിയമസഭയ്ക്കകത്ത് നടന്ന പ്രശ്നമാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. തല്ലുകൊണ്ട പ്രതിപക്ഷം ജാമ്യമില്ലാ കേസിൽ എന്നാണ് തലക്കെട്ട്. അതായത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു സഭയ്ക്ക് ഉള്ളിൽ. തുടർന്ന് കെ രമയ്ക്ക് കൈക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഈ പരിക്കേറ്റ കെ രമയും അതുപോലെ ഉമ തോമസും ഒക്കെ കലാപാഹ്വാനത്തിന് ശ്രമിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതാണ് കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. അപ്പോൾ നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിൽ ഉപരോധത്തിനിടെ അടികൊണ്ട് കൈയൊടിഞ്ഞ കെ രമയും ഉമ തോമസും അടക്കം പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. അതേസമയം തല്ലി എന്ന പ്രതിപക്ഷ ആരോപണത്തിൽ 2 ഭരണപക്ഷ MLA-മാർക്ക് രണ്ട് ഭരണപക്ഷ MLA-മാർക്കും വാച്ച് ആൻഡ് വാർഡിനും എതിരെ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന നിസ്സാര വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് കേരള കൗമുദി വ്യക്തമാക്കുന്നു. അപ്പോൾ കലാപാഹ്വാനത്തിനാണ് ഇരുവർക്കെതിരെയും കുറ്റം ചുമത്തിയിരിക്കുന്നത്. നമ്മുടെ നിയമസഭ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രക്ഷുബ്ധമാണ്. ഒട്ടനവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തര പ്രമേയ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എപ്പോഴും ഈ വാഗ്വാദം തുടരുകയാണ്. ഒപ്പം തന്നെ VD സതീശനും മുഹമ്മദ് റിയാസും തമ്മിൽ ഉള്ള വാക്കേറ്റവും നടക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും VD സതീശനും തമ്മിലുള്ള തർക്കവും കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇതെല്ലാം പത്രങ്ങൾ സവിസ്തരം എന്ന് അവരുടെ ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി മനോഹരമായൊരു ചിത്രസഹിതമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ പറ്റിയുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ഉജ്ജ്വല വരവേൽപ്പ് എന്നാണ് ഈ വാർത്തയിൽ മാതൃഭൂമി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ INS ദ്രോണാചാര്യയിൽ ഇന്നലെ രാഷ്ട്രപതി എത്തി. ഈ സൈനിക പരിശീലന കേന്ദ്രത്തിന്, പ്രത്യേകിച്ച് ഈ നാവികസേനയുടെ ആയുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്കാണ് പ്രസിഡൻസ് കളർ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈനിക കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ബഹുമതിയാണ്. രാഷ്ട്രപതിയിൽ നിന്ന് പ്രസിഡൻസ് കളർ ഏറ്റുവാങ്ങുക എന്നത് പിന്നീട് മാർച്ച് ഫസ്റ്റുകളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കാനും ഈ പ്രസിഡൻസ് കളർ പ്രദർശിപ്പിക്കാനും ഈ സൈനിക കേന്ദ്രത്തിന് ആകും. അത് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സേവനത്തിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. അത് അവിടെ സമ്മാനിക്കുന്നതിൻ്റെ ദൃശ്യമാണ്, രാഷ്ട്രപതി സമ്മാനിക്കുന്നതിൻ്റെ ദൃശ്യമാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ സന്ദർശനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാതൃഭൂമി വളരെ സവിസ്തരമായി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയ മറ്റ് ഒരു പ്രധാന വാർത്ത, ഈ ലോ കോളേജ് പ്രിൻസിപ്പാളെയും 21 അധ്യാപകരെയും SFIക്കാർ 9 മണിക്കൂർ പൂട്ടിയിട്ടു എന്നതിനെ സംബന്ധിച്ചാണ്. വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉച്ച 3 മണി മുതൽ രാത്രി 12 മണി വരെ ഇവരെ പൂട്ടിയിട്ടു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇതിൽ കോളേജിലുണ്ടായൊരു സംഘർഷത്തെ തുടർന്ന് 24 SFI പ്രവർത്തകരെ ബുധനാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു. കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ കൊടിമരങ്ങളും തോരണങ്ങളും നശിപ്പിച്ചതിൻ്റെ പേരിലാണ് സസ്പെൻഷൻ ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പിന്നീട് വിദ്യാർത്ഥികൾ ലോ കോളേജിലെ പ്രിൻസിപ്പാളെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 21 അധ്യാപകരെയും പൂട്ടിയിട്ടത്. ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്തു എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോൾ രാത്രി 12 മണിയോടുകൂടി വിദ്യാർത്ഥികളെ നീക്കണമെന്ന് പ്രിൻസിപ്പൽ പോലീസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തിയാണ് അധ്യാപകരെയും ഒക്കെ മോചിപ്പിച്ചത് എന്നാണ് മാതൃഭൂമി പറയുന്നത്. സാധാരണഗതിയിൽ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടുതൽ സുദൃഢമാകുന്നൊരു കാലമാണിത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരിക്കലും നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഇത് ആരുടെ ഭാഗത്തുണ്ടായ തെറ്റാണെങ്കിലും അത് പരിശോധിച്ച് അത് തിരുത്തേണ്ടതുമാണ്.
മാതൃഭൂമി നൽകുന്ന മറ്റൊരു പ്രധാന വാർത്ത ആഗോള എണ്ണവില കുറഞ്ഞുവെന്നതാണ്. ഈ ആഗോളതലത്തിൽ എണ്ണവില കുറയുമ്പോൾ സാധാരണ അത് ഇന്ത്യൻ വിപണിയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം എണ്ണവില ആഗോള വിപണിയിൽ കൂടുമ്പോൾ ഇന്ത്യയിലും എണ്ണവില കൂടാറുണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് കുറയുമ്പോൾ സ്വാഭാവികമായും ആ കുറവ് ഇവിടെയും പ്രതിഫലിച്ചിരുന്നു. പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോൾ. എങ്കിലും മാതൃഭൂമി ഈ വാർത്ത നൽകുന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $72 വരെയായി താഴ്ന്നിട്ടും പ്രാദേശിക വിപണിയിൽ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ല എന്ന് മാതൃഭൂമി പറയുന്നു. അപ്പോൾ നമ്മൾ ഈ എണ്ണവില മാതൃഭൂമി അതിൻ്റെ ഒരു കോളം നൽകി അത് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. 2013 സെപ്റ്റംബർ 14 ക്രൂഡ് ഓയിലിൻ്റെ വില 46.44 ആയിരുന്നു, ബാരലിന് ഡോളറായിരുന്നു. അപ്പോൾ നമ്മൾ പെട്രോളിന് നൽകിയിരുന്നത് 79.58 രൂപയും ഡീസലിന് 55.81 രൂപയുമാണ്. എന്നാൽ പിന്നീട് 2022 മെയ് 27 ഇത് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $115 ആയി $115.56 ഉയർന്നു. അപ്പോൾ നമ്മളുടെ പെട്രോൾ വില 107 രൂപയും ഡീസൽ വില 96 രൂപ 52 പൈസയുമായിരുന്നു. എന്നാൽ ഇന്ന് 2023 മാർച്ച് 16 ഇന്നലെ 72.61 രൂപയായി ക്രൂഡ് ഓയിലിൻ്റെ വില താണിരിക്കുന്നു. പക്ഷേ 115 താരതമ്യപ്പെടുത്തുമ്പോൾ 72.61 എന്നത് വലിയൊരു കുറവാണ്. ആ കുറവ് പക്ഷേ നമ്മുടെ പെട്രോൾ വിലയിൽ പ്രതിഫലിക്കുന്നില്ല. വില സമാനമായ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് മാതൃഭൂമി നൽകുന്ന ഒരു പ്രത്യേക വാർത്ത. ഇത് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എണ്ണവിലയുണ്ടാക്കുന്ന വിലക്കയറ്റവും അനുബന്ധ പ്രശ്നങ്ങളും സാമ്പത്തിക മേഖലയെ എത്രമാത്രം ബാധിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവും ആണ്. ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടുകൂടി അവരുടെ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ തിരുവനന്തപുരം നഗരത്തിൽ എത്തി എന്നതാണ്. ഇന്ന് ജാഥ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതുപോലെ വാമനപുരം തുടങ്ങിയ മേഖലകളിൽ ആയിരിക്കും ഇന്ന് ജാഥ മുന്നേറുക. ഈ വിവരങ്ങളാണ് ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. വലിയൊരു പടവും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഈ ജാഥയ്ക്ക് കിട്ടുന്ന ജനകീയ പിന്തുണയെ വ്യക്തമാക്കാൻ കൂടിയാണ് ഈ പടം എന്നത് വ്യക്തമാണ്. കാരണം അതിൽ ആ ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകളാണ് എം വി ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥയെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നത്. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വർക്കലയിൽ നൽകിയ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ദേശാഭിമാനി നൽകുന്നത്. ജില്ലാ സെക്രട്ടറി വി ജോയിയും നമുക്ക് എം വി ഗോവിന്ദന് സമീപത്ത് കാണാൻ കഴിയും. ദേശാഭിമാനി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ മറ്റൊരു തരത്തിലാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. കലാപശ്രമം എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനി ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വ്യാഴാഴ്ച നിയമസഭയിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അക്രമാസക്തമായി എന്നാണ് ദേശാഭിമാനി വ്യക്തമാക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മുഖത്തടിച്ചു, ജീവനക്കാരെ മർദ്ദിച്ചു, ഓഫീസ് അസിസ്റ്റന്റിനെ ചവിട്ടി കുപ്പികൊണ്ടെറിഞ്ഞു, മീഡിയ വൺ ക്യാമറാമാനെ ആക്രമിച്ചു. അങ്ങനെ നീങ്ങുന്നു ദേശാഭിമാനിയുടെ തലക്കെട്ടുകൾ. സ്തംഭിപ്പിച്ച ഗുണ്ടായിസം, ബഹളം, കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനം ലംഘിച്ച് എന്നിങ്ങനെ പോകുന്നു. കൊച്ചിയിലും ആക്രമം, ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം എന്നത് സമരത്തിൻ്റെ മറവിൽ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയെയും ജീവനക്കാരെയും ക്രൂരമായി മർദ്ദിച്ചു, മാധ്യമപ്രവർത്തകരെയും വെറുതെ വിട്ടില്ല എന്നൊക്കെ ഉള്ള വാർത്ത ദേശാഭിമാനി നൽകുന്നു. മുഖ്യമന്ത്രിയെ വീണ്ടും അധിക്ഷേപിച്ച് കെ സുധാകരൻ എന്ന ഒരു ചെറിയ കോളം കൂടി ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ കലശഘോഷയാത്രയിൽ CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയതുമായി സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഈ കണ്ണൂരിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിപൂജ വിഷയം വലിയ വിവാദമായിരുന്നു. പി ജയരാജനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, ചെന്താരകമല്ലോ എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉൾപ്പെടുത്തിയുള്ള പാട്ടുകൾ നേരത്തെ വിവാദത്തിൽ ഇടം പിടിച്ചിരുന്നു. അത്തരം സ്തുതികൾ, വ്യക്തിപൂജയും CPMൽ അനുവദനീയമല്ല എന്നൊരു നിലപാടാണ് മുമ്പൊക്കെ തന്നെ പാർട്ടി സ്വീകരിച്ചത്. അതിന് പി ജയരാജൻ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് അതിൽ നടപടിയും ശകാരമൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും പിന്നീട് അത് ഒഴിവാക്കണം എന്ന നിലപാട് പി ജയരാജൻ തന്നെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തു. PJ ആർമി ഉൾപ്പെടെ അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവരുടെ കൂട്ടായ്മകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ പി ജയരാജൻ തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും അതൊക്കെ അവസാനിക്കുമ്പോഴും പി ജയരാജനോടുള്ള ആരാധന
ആളുകൾക്കിടയിൽ അത്രമാത്രം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. കാരണം ക്ഷേത്രോത്സവത്തിൻ്റെ കലശഘോഷയാത്രയിൽ പി ജയരാജൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് പാർട്ടിക്കകത്ത് പക്ഷേ വലിയ വിവാദം ആയിരിക്കുന്നു. ഇത് അനുവദിക്കാൻ ആകില്ല, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണം എന്ന നിലപാടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിപൂജയുടെ പേരിൽ നേരത്തെയും പാർട്ടി നടപടിക്ക് വിധേയനായ പി ജയരാജൻ നെയാണ് വീണ്ടും ഈ കലശ വിവാദം ബാധിച്ചിരിക്കുന്നത്. ഏതായാലും പി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. പുല്യോട്ട് വെസ്റ്റ് പാട്യം നഗറിലുള്ള പാർട്ടി പ്രവർത്തകരാണ് ഈ കലശ ഘോഷയാത്രയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആരാധനകളിൽ നേതൃത്വക്കളുടെ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ നേതാക്കളുടെ പടം ഉൾപ്പെടുത്തരുത് എന്ന ശക്തമായ നിലപാടാണ് MV ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇനി ഏതു തരത്തിലേക്ക് ഈ വിവാദം മാറും എന്നതാണ് നമുക്ക് കാണേണ്ടത്. തലശ്ശേരി കതിരൂർ കുറുമ്പക്കാവ് താലപ്പൊലി ഉത്സവത്തിൻ്റെ കലശഘോഷയാത്രയിൽ ആണ് ചെഗുവേരയുടെയും അതുപോലെ തന്നെ പി ജയരാജൻ്റെയും ചിത്രം പ്രദർശിപ്പിച്ചത്. ചെഗുവേരയൊക്കെയാണ് ഈ താലപ്പൊലി ഉത്സവത്തിൽ വന്നത് എന്നത് വളരെ വിചിത്രമായി ചിലർക്കെങ്കിലും തോന്നാം. മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നൊരു വാർത്ത PSCക്ക് നന്ദി, ആ പോലീസുകാരനോട് അരുൺ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ പിടിവാശി മൂലം ഒരു ചെറുപ്പക്കാരന് PSC പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. കാരണം ഇദ്ദേഹം യാത്ര ചെയ്ത ബൈക്ക് വഴിതെറ്റിപ്പോയിന്നോ മറ്റോ ഉള്ളൊരു ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പോലീസ് കോൺസ്റ്റബിൾ ഇദ്ദേഹത്തിൻ്റെ ചാവി ഊരി മാറ്റിവെക്കുകയും പിന്നീട് ആ ബൈക്ക് തിരിച്ചു നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തു. ബൈക്ക് സ്റ്റേഷനിലെത്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ താൻ PSC പരീക്ഷയ്ക്ക് പോവുകയാണ് എന്ന് പലതവണ പറഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥൻ അത് കേട്ടില്ല. പിന്നീട് വന്ന ചില ഉദ്യോഗസ്ഥർ അരുണിനെ ഈ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും അതിൻ്റെ സമയവും കഴിഞ്ഞിരുന്നു. ഏതായാലും അരുണിന് വീണ്ടും ഒരു അനുകൂലമായ നീക്കം ലഭിച്ചിരിക്കുന്നു. പോലീസുകാരൻ്റെ പിടിവാശി മൂലം PSC പരീക്ഷ എഴുതാൻ അവസരം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥി 6 മാസത്തിന് ശേഷം PSCയുടെ പ്രത്യേക അനുമതിയോടുകൂടി പരീക്ഷ എഴുതി എന്നതാണ് ഈ വാർത്ത. വഴിമുടക്കിയ പോലീസുകാരൻ്റെ പണി കളയാതിരിക്കാൻ പക്ഷേ പരാതി പിൻവലിച്ച് അരുൺ പരാതി പിൻവലിച്ചിരിക്കുന്നു എന്നതും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രാമനാട്ടുകര സ്വദേശിയാണ് ഈ അരുണാണ് ഈ 2022 ഒക്ടോബർ 22 ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടായത്. ഏതായാലും സംഭവം വിവാദമായതോടെ അത് പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടായി. ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ ഈ പരാതി അന്വേഷിച്ചു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും അരുൺ വീണ്ടും പരീക്ഷ എഴുതി എന്നത് ഒരു സന്തോഷ വാർത്തയാണ്. പക്ഷേ ഇത് പോലീസിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. പരീക്ഷ എഴുതാൻ പോകുന്നവരെ സഹായിച്ച ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പോലീസുകാർക്ക് പറയാനുണ്ട്. അങ്ങനെ അത് ഒട്ടനവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട്. കണ്ണൂരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ കുട്ടികൾ ഫോട്ടോ എടുക്കാൻ മറന്നപ്പോൾ സ്വന്തം റിസ്കിൽ അദ്ദേഹം ആ കുട്ടികളുടെ ഫോട്ടോ ഒരു സ്റ്റുഡിയോ ജീവനക്കാരനെ വിളിച്ചു പറഞ്ഞ് ഞായറാഴ്ചയായിട്ടും അത് തുറപ്പിച്ച് അയാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് ആ പരീക്ഷയ്ക്ക് മുന്നേ അവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിൽ ആളുകൾ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ സംസ്ഥാന വ്യാപകമായി പോലീസിൻ്റെ പ്രവർത്തനം വലിയ ജനകീയമാവുന്നൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ കൂടി നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും സേനയ്ക്കകത്ത് വലിയ മാറ്റമുണ്ടാകുമ്പോൾ ഇങ്ങനെ ചിലർ അതിനെ പുറകോട്ട് വലിക്കുന്നു എന്നതാണ് ദുഃഖകരമായ കാര്യം. ഏതായാലും അരുണിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു പോലീസുകാരൻ്റെ മാത്രം തെറ്റാണ്. മറ്റുള്ളവരെല്ലാം അരുണിനെ സഹായിക്കാനാണ് എത്തിയത് എന്നതും ഈ വാർത്ത വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭയ്ക്കകത്ത് നടക്കുന്നതും ഈ രാഷ്ട്രീയ പോരും തന്നെയാണ് മലയാള മനോരമ ഉൾപേജിലുമൊക്കെ പ്രധാന വാർത്തയാക്കുന്നത്. നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ സംഘർഷം ഒത്തുതീർക്കാൻ സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നടന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കടുത്ത വാഗ്വാദമാണ് എന്ന് മനോരമ വ്യക്തമാക്കുന്നു. ഇരു കൂട്ടരും നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി യോഗം അലസിപ്പിരിഞ്ഞു. രാവിലെ 8 സ്പീക്കറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ശാന്തമായി തുടരാനുള്ള സാഹചര്യം ഇരുകൂട്ടരും ഒരുക്കണമെന്ന് ആമുഖമായി സ്പീക്കർ ഷംഷീർ നിർദ്ദേശിച്ചു. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസുകൾ പഴയതുപോലെ എപ്പോഴും അനുവദിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി. തുടർന്ന് സതീശനും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ഈ തർക്കം മലയാള മനോരമ സവിസ്തരം അവരുടെ വാർത്തയായി നൽകിയിട്ടുണ്ട്. ജനയുഗം നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വേനൽ ചൂടിനെ വളരെ മനോഹരമായാണ് നമുക്ക് വായനക്കാരുമായി പങ്കുവയ്ക്കുന്നത്.
അപ്പോൾ സാധാരണഗതിയിൽ ചൂട് കൂടി എന്ന് പറയുമ്പോൾ അത് ചൂട് കൂടിയത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ പലതരത്തിലുള്ള രീതിയാണ് പ്രയോഗിക്കാറുള്ളത്. ഇവിടെ ജനയുഗം ഒരു മനോഹരമായ ചിത്രം ആണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് ഒരു മൃഗശാലയിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ വേനൽ ചൂട് കടുത്തതോടെ മറ്റ് ജീവികളും വേനൽ ചൂടിൽ വെന്തു ഉരുകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൃഗശാല ജീവനക്കാരൻ്റെ ഒരു പടം ഒക്കെ ആയി വളരെ മനോഹരമായി ഈ ചൂടിനെ സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരിക്കുന്നു. ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടുകൂടി നൽകുന്ന വാർത്ത പാർലമെൻറ്റിനകത്തുള്ള പ്രശ്നങ്ങളാണ്. ബോത്ത് ഹൗസസ് പുട്ട് ടുഗെദർ ഫംഗ്ഷൻ ഫോർ ജസ്റ്റ് 5 minutes and 45 seconds on Thursday as pandemonium breaks out over Rahul's speech. Adani row opposition MPs ഫോം ഹ്യൂമൻ ചെയിൻ എന്നാണ്. പ്രതിപക്ഷ എം പിമാർ മനുഷ്യച്ചങ്ങല തീർക്കുന്നു. പാർലമെൻറ്റ് ബോത്ത് ഹൗസസ് 2 സഭകളും കൂടെ ആകെ ചേർന്നത് 5 മിനിറ്റ് 45 സെക്കൻഡ് മാത്രമാണ് എന്ന് ഹിന്ദു പറയുന്നു. ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് പുട്ട് ടുഗെദർ ഫംഗ്ഷൻ ഫോർ ലിറ്റിൽ ഓവർ 5 minutes on Thursday while ruling BJP unrelenting in its demand for an apology from Congress leader Rahul Gandhi and opposition refusing to back down on the call for a joint parliamentary investigation into the Adani Group controversy. അപ്പോൾ ഈ എന്നാണ് ഇത് ഹിന്ദു പറയുന്നത്. അത് ഈ രാഹുൽ ഗാന്ധിയുടെ നിന്ന് ഒരു മാപ്പ് അപേക്ഷയാണ് BJP ആവശ്യപ്പെടുന്നത്. അതേസമയം ഈ ജോയിൻറ്റ് പാർലമെൻ്ററി ഇൻവെസ്റ്റിഗേഷൻ വേണം. ഈ അദാനി ഗ്രൂപ്പിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് ഓഹരി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി ഇൻവെസ്റ്റിഗേഷൻ വേണം, അന്വേഷണം വേണം എന്ന നിലപാട് അവിടെ പ്രതിപക്ഷ കക്ഷികളും എടുത്തിരിക്കുന്നു. ഏതായാലും പാർലമെൻറ്റിനകത്തും കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളൊരു വാർത്ത ഡോക്ടർ സ്ട്രൈക്സ് മേ ഹിറ്റ് ഹോസ്പിറ്റൽ സർവീസസ് അക്രോസ് സ്റ്റേറ്റ് ടുഡേ എന്നതാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ അവരുടെ IMAയുടെ നേതൃത്വത്തിൽ നിന്നൊരു പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. ഡോക്ടർമാർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്, ആ ആക്രമണത്തിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഏതായാലും the normal functioning of hospitals across Kerala, both in public and private sector, is likely to be hit badly on Friday following medical strike call given by the Indian Medical Association എന്നത് ഹിന്ദു പറയുന്നു. അപ്പോൾ ഇത് സ്വകാര്യ മേഖലയെയും ബാധിക്കും എന്നതാണ് ഹിന്ദു നൽകുന്ന വിവരം. അപ്പോൾ ദ ഫെയിലിയർ ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ടു അറസ്റ്റ് ദി അക്യൂസ്ഡ് ഓഫ് ഫിസിക്കലി അസോൾട്ടിംഗ് ഡോക്ടേഴ്സ്, കോഴിക്കോട് നടന്ന ഈ ആക്രമണത്തിലെ പ്രതികളെ പിടികൂടാൻ സംവിധാനത്തിന് കഴിയാത്തതാണ് ഇതിന് കാരണമായി ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. ഏതായാലും 1000-ലധികം ഡോക്ടർമാർ IMA ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ധരണയിൽ പങ്കെടുക്കും എന്ന് ദ ഹിന്ദു പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് വലിയ തോതിൽ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്നാണ് ഹിന്ദു വ്യക്തമാക്കുന്നത്. OP ക്ലിനിക്സ് സർജറീസ് അതർ ദാൻ എമർജൻസി വൺ വിൽ നോട്ട് ബി ടേക്കൺ പ്ലേസ് ഇൻ MCH സേസ് KGMTA. അപ്പോൾ ഈ OP ക്ലിനിക്കുകളും പ്രധാനപ്പെട്ട സർജറികളും മാത്രമേ ഉണ്ടാകൂ എന്നാണ് KGMTA വ്യക്തമാക്കുന്നത്. ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു വാർത്ത സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചതാണ്. സ്വപ്ന സുരേഷിനെതിരെ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ചുള്ള വക്കീൽ നോട്ടീസിനെതിരെ സ്വപ്ന സുരേഷ് മറുപടി പറഞ്ഞിരിക്കുന്നു. താൻ എന്ത് തന്നെ വന്നാലും മാപ്പ് പറയാൻ തയ്യാറല്ല. സ്വപ്ന സുരേഷ് വെല്ലുവിളി തുടരുകയാണ്, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, MV ഗോവിന്ദനെയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വെല്ലുവിളിക്കുകയാണ്. ഏതായാലും സ്വപ്നയെ കാണാൻ പോയ വിജേഷ് പിള്ളയ്ക്കൊപ്പമുള്ള അജ്ഞാതൻ ആര് എന്ന ചോദ്യം അങ്ങനെ നിൽക്കുന്നു. ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പത്രങ്ങളിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. വീണ്ടും സജിത്തിലേക്കും ആര്യയിലേക്കും പോകാം. കൂടുതൽ വാർത്തകൾ അവരിൽ നിന്ന് കേൾക്കാം. ഓവർ ടു യു സജിത്ത് ആൻഡ് ആര്യ.